ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഒരുപാട് മക്കൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമന്റ്സിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, എറർ കാണിക്കുന്നുണ്ട്, പല ബാങ്ക് ഡീറ്റെയിൽസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഇതാ NTA തന്നെ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. അതായത് NTA പറയുന്നത് 16 ലക്ഷം കുട്ടികൾ ഓൾറെഡി അവരുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു എറർ മാത്രമാണ്. ഓൾസോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 16 ലക്ഷം പേര് എക്സാം എഴുതാൻ അഡ്മിറ്റ് കാർഡ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും അത് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. വി വിൽ ബി ഏബിൾ ടു ഡൗൺലോഡ് ഇറ്റ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, NTA പറയുന്നത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ എററും പ്രശ്നങ്ങളും പറഞ്ഞതുകൊണ്ട് അവരൊരു ഓപ്ഷൻ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ദാറ്റ് ഈസ് neet.nta.nic.in. അവിടെ നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കുക. നിങ്ങളുടെ ലോഗിൻ ID, നിങ്ങളുടെ പാസ്വേഡ്, അതേപോലെ തന്നെ നിങ്ങളുടെ ക്യാപ്ച ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് വരും. ആദ്യത്തെ ഓപ്ഷൻ, ഐ വുഡ് ലൈക്ക് ടു ഡൗൺലോഡ് മൈ അഡ്മിറ്റ് കാർഡ് നൗ ആൻഡ് കംപ്ലീറ്റ് ദ റിവ്യൂ ആൻഡ് കൺഫർമേഷൻ ഓഫ് മൈ ബാങ്ക് ഡീറ്റെയിൽസ് ഫോർ ദ ഫീ റീഫണ്ട് ലേറ്റർ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ജസ്റ്റ് അഡ്മിറ്റ് കാർഡ് മാത്രം അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ആണ്, ഐ വുഡ് ലൈക്ക് ടു റിവ്യൂ ആൻഡ് കൺഫേം മൈ ബാങ്ക് ഡീറ്റെയിൽസ് ഫോർ ദ എക്സാമിനേഷൻ ഫീ റീഫണ്ട് നൗ ആൻഡ് പ്രൊസീഡ് വിത്ത് മൈ ഡൗൺലോഡിംഗ് മൈ അഡ്മിറ്റ് കാർഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കുട്ടികൾ പറഞ്ഞത് ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പം അവർക്ക് അഡ്മിറ്റ് കാർഡ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് ഐ വുഡ് ലൈക്ക് ടു റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് മൈ ബാങ്ക് ഡീറ്റെയിൽസ് ആൻഡ് ദെൻ ഡൗൺലോഡ് മൈ അഡ്മിറ്റ് കാർഡ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾ ചിലപ്പം വീണ്ടും നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ആ പേജിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് ഒന്നും കൂടി എഡിറ്റ് ചെയ്യാം. ഓൾറെഡി അവിടെ അപ്ഡേറ്റഡ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്ഡേറ്റ് ഇറ്റ് വൺസ് അഗൈൻ. അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ആദ്യമായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അവിടെ ഓൾറെഡി കിടക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് കൺഫേം ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ച് പോവുക, ലോഗ് ഔട്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക, വീണ്ടും ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കുക. നിങ്ങൾ വീണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആൻഡ് യു വിൽ ബി ഏബിൾ ടു ഡൗൺലോഡ് യുവർ അഡ്മിറ്റ് കാർഡ് സക്സസ്ഫുള്ളി. പിന്നെ കുറച്ച് കുട്ടികൾ കുറച്ച് കൺസേൺസ് ഒക്കെ പറഞ്ഞിരുന്നത് ഞാൻ നോട്ടീസ് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്. അഡ്മിറ്റ് കാർഡ് കിട്ടുന്നില്ല, എന്തെങ്കിലും പറയൂ, എററാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ദിസ് ഇസ് ആഡിങ് മോർ സ്ട്രെസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും ലക്ഷം പേര് അറ്റ് വൺസ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോഴുള്ള പ്രശ്നമാണ് അത്. വെബ്സൈറ്റ് എറർ ആയിരുന്നു. അതിപ്പോൾ കുറേയൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ലക്ഷം കുട്ടികൾ ഡൗൺലോഡ് ചെയ്തില്ലേ, അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് ചെയ്യാൻ പറ്റും. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസിന്റെ കാര്യം മിസ് പറഞ്ഞു തന്നു. സെന്റർ എഡിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങൾ പുതിയതായിട്ട് കൊടുത്ത സെന്റർ വന്നിട്ടുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. യെസ്, സെന്റേഴ്സ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതും പ്രശ്നമില്ല. ആൻഡ് ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് വെന്യൂവും പ്ലേസും ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇത് കിട്ടിയിരുന്നല്ലോ. പിന്നെ ഫോട്ടോയിൽ, അതായത് അതിലുള്ള ഫോട്ടോയിലുള്ള ഡേറ്റ് പഴയ ഡേറ്റ് ആയ കുഴപ്പമുണ്ടോ അഡ്മിറ്റ് കാർഡിലുള്ളതെന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഒരു പ്രശ്നമല്ല. പഴയ ഡേറ്റ് ആയാലും നോ പ്രോബ്ലം, യു ക്യാൻ യൂസ് ദ സെയിം ഫോട്ടോഗ്രാഫ് ആൻഡ് പഴയ ഡേറ്റുള്ള ഫോട്ടോ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ജനറൽ കൺസേൺസ് മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അഡ്മിറ്റ് കാർഡ് കിട്ടുന്നില്ല, സൈറ്റ് എറർ ആണ് എന്നൊക്കെ പറയുമ്പം മിസ് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തന്നു. NTA തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനിൽ എന്തെങ്കിലും സെലക്ട് ചെയ്യാം. മിസ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നും കൂടെ അതൊന്ന് എഡിറ്റ് ചെയ്തത് അപ്ഡേറ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ യു വിൽ ബി ഏബിൾ ടു ഡൗൺലോഡ്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഐ തിങ്ക് യു ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ് മൈ നൗ. എന്താണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അവിടെ ഉണ്ട്, സെറ്റാണ്. ഓക്കെ, യു വിൽ ഗെറ്റ് ഇറ്റ്. സോ പ്ലീസ് സ്റ്റോപ്പ് സ്ട്രെസ്സിങ് അബൌട്ട് ഇറ്റ്. പഠിക്കുക, നമ്മുടെ ലൈവൊക്കെ കൃത്യമായിട്ട് കാണുക, റിവൈസ് ചെയ്യാൻ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാം ഹാളിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്.